22 വർഷം മുമ്പേ സിനിമ പറഞ്ഞു. കണ്ണൂരിലത് സംഭവിച്ചിരിക്കുന്നു. 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ 12 വയസ്സുകാരി കിണറ്റിലിട്ട് കൊന്നുവെന്ന വാർത്ത കേട്ടത് കേരളക്കര ഞെട്ടലോടെയാണ്. അതിലേറെ ഞെട്ടലായിരുന്നു 12-കാരിയുടെ മൊഴി. തനിക്ക് ലഭിക്കേണ്ട സ്നേഹം ചെറിയ കുട്ടിയിലേക്ക് മുഴുവനായും പോകുമോ എന്ന ഭയത്താലായിരുന്നു കൊലപാതകമെന്ന് ചോദ്യം ചെയ്യലിൽ കുട്ടി പോലീസിന് മൊഴി നൽകി. വാർത്ത പുറത്തുവരുമ്പോൾ മലയാളി ഓർക്കുന്നത് 22 വർഷം മുമ്പ് റിലീസ് ചെയ്ത സിബി മലയിൽ സംവിധാനം ചെയ്ത എന്റെ വീട് അപ്പുവിന്റെയും എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തമാണ്. ജയറാമും മകൻ കാളിദാസ് ജയറാമും ജ്യോതിർമയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറന്നു കാണില്ല. ഇളയ കുട്ടി ജനിച്ചപ്പോൾ തന്നോടുള്ള സ്നേഹവും ലാളനയും കുറയുന്നുവെന്ന മൂത്ത കുട്ടിയുടെ ചിന്തയിൽ നിന്നുണ്ടായ കുറ്റകൃത്യമാണ് സിനിമയിലെ ഇതിവൃത്തം. കണ്ണീരോടെയല്ലാതെ കണ്ടു തീർക്കാനാകാത്ത ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം ഒരുപക്ഷെ അന്ന് പലരിലും നെറ്റിച്ചൊളിച്ചിരുന്നു. ഇത്തരത്തിൽ ഒന്ന് സംഭവിക്കാനിടയുണ്ടോ എന്ന ചർച്ചകളും ഉയർന്നിരുന്നു. എന്നാൽ കാലങ്ങൾക്കിപ്പുറം കണ്ണൂരിൽ നിന്ന് വന്ന വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളക്കര. സിനിമയിലേതിന് സമ്മാനമാണ് കണ്ണൂരിലെ കൊലപാതകവും. തമിഴ്നാട് സ്വദേശികളായ ദമ്പതിമാർ കണ്ണൂരിലെത്തുന്നത് ഉപജീവന മാർഗം തേടി. ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ അനാഥയായ 12 വയസ്സ് പ്രായമുള്ള ജ്യേഷ്ഠന്റെ മകളെയും ഒപ്പം കൂട്ടുന്നു. സ്വന്തം മകളെ പോലെ വളർത്തുന്നതിനിടെയാണ് ഇവർക്കിടയിൽ കുട്ടി വരുന്നത്. തന്നോടുള്ള സ്നേഹം മുഴുവനായും കുട്ടിയിലേക്ക് പോകുമോ എന്ന ഭയം 12 വയസ്സുകാരിയെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് 4 മാസം മാത്രം പ്രായമായ കുട്ടിയെ കാണാതാവുന്നത്. അച്ഛനും അമ്മക്കുമൊപ്പം പാപ്പിൻശ്ശേരിയിലെ പാറക്കലിലെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുഞ്ഞ്. ഏറെ നേരത്തെ അന്വേഷണത്തിനൊടുവിലാണ് കുട്ടിയെ സമീപത്തെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബന്ധുവായ 12 വയസ്സുകാരി പെൺകുട്ടിയാണ് പ്രതിയെന്ന് കണ്ടെത്തിയത്. ഏറെ കാത്തിരുന്ന് ജനിച്ച 4 മാസം മാത്രം പ്രായമായ കുഞ്ഞിനെയാണ് കൊഞ്ചിച്ച് തീരും മുമ്പേ കുടുംബത്തിന് നഷ്ടമായത്. പ്രതിയായ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കും. ആക്രി ശേഖരിച്ച് ഉപജീവനമാർഗം കണ്ടെത്തുന്ന കുടുംബം 3 വർഷം മുമ്പാണ് കണ്ണൂരിൽ എത്തിയത്.